എൻ്റെ ടോപ്പിക്ക് ബേസിക്സ് ഓഫ് സർക്കുലർ ക്യൂ ആൻഡ് ഡി ക്യൂ ആണ്. സർക്കുലർ ക്യൂവിൻ്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞാൽ, എ സർക്കുലർ ക്യൂ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് കണക്ട്സ് ദ ലാസ്റ്റ് പൊസിഷൻ ബാക്ക് ടു ദ ഫസ്റ്റ് ഫോമിങ് എ സർക്കിൾ. ഇതിൻ്റെ ലാസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് പൊസിഷനായിട്ട് കണക്റ്റഡ് ആണ്. ഇത് സർക്കിൾ പോലെയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് സ്പേസ് ബൈ അവോയ്ഡിങ് വേസ്റ്റേജ് മെമ്മറി. എന്ന് പറഞ്ഞാൽ മെമ്മറി വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഇതിനെ സ്പേസ് എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യുക. ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സർക്കുലർ ഇൻ ബിഹേവിയർ വെർ ദ ലാസ്റ്റ് കണക്ട് ബാക്ക് ടു ദ ഫസ്റ്റ്. പിന്നെ എഫിഷ്യൻറ്റ് സ്പേസ് യൂട്ടിലൈസേഷൻ, ഫ്രണ്ട് ആൻഡ് റെയർ പോയിൻറ്റേഴ്സ്. ഫ്രണ്ട് പോയിൻറ്റ്സ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് റെയർ പോയിൻറ്റ്സ് ടു ദ ലാസ്റ്റ് എലമെൻറ്റ്. കീ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർഷൻ ആണ്, ആഡ് ആൻ എലമെൻറ്റ് അറ്റ് ദ റെയർ. പിന്നെ ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീഷൻ ആണ്, റിമൂവ്സ് ആൻ എലമെൻറ്റ് ഫ്രം ദ ഫ്രണ്ട്. ഈസ് എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി ആണോ ചെക്ക് ചെയ്യാനാണ്. ഈസ് ഫുൾ എന്ന് പറഞ്ഞാൽ ഫുള്ളാണോ ചെക്ക് ചെയ്യാനാണ്. പിന്നെ ഡി ക്യൂ, എ ഡി ക്യൂ ഈസ് എ ഫ്ലെക്സിബിൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ വേർ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ക്യാൻ ഹാപ്പൻ അറ്റ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റെയർ. ഇതിൽ ഇൻസേർഷനും ഡിലീഷനും ബോത്ത് ഫ്രണ്ടിലും റെയറിലും നമുക്ക് ചെയ്യാൻ പറ്റും. കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷണൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ 2 ടൈപ്സ് ആണ്, ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ, ഇൻസേർഷൻ റെസ്ട്രിക്റ്റഡ് ടു വൺ എൻഡ്, ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ, ഡിലീഷൻ റെസ്ട്രിക്റ്റഡ് ടു വൺ എൻഡ്. പിന്നെ ഡി ക്യൂവിൽ വരുന്ന ഓപ്പറേഷൻ എന്താ പറഞ്ഞാൽ, ഇൻസേർട്ട് ഫ്രണ്ട്, ആഡ് ആൻ എലമെൻറ്റ് ടു ദ ഫ്രണ്ട്, ഇൻസേർട്ട് റെയർ, ആഡ് ആൻ എലമെൻറ്റ് ടു ദ റെയർ. ഇതിനെ ഇൻസേർട്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്യാൻ, ഇൻസേർട്ട് റെയർ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് റെയറിലേക്ക് ആഡ് ചെയ്യാനാണ്. പിന്നെ ഡിലീറ്റ് ഫ്രണ്ട്, റിമൂവ് ആൻ എലമെൻറ്റ് ഫ്രം ദ ഫ്രണ്ട്. ഡിലീറ്റ് റെയർ, റിമൂവ് ആൻ എലമെൻറ്റ് ഫ്രം ദ റെയർ. ഈസ് എം ടി എന്ന് പറഞ്ഞാൽ ഇത് എം ടി ആണോ ചെക്ക് ചെയ്യാനാണ്. ഈസ് ഫുൾ എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ഫുള്ളാണോ ചെക്ക് ചെയ്യാനാണ്.